ഹലോ പ്രിയപ്പെട്ടവരെ, ഒരു ഹൈബ്രിഡ് BLDC കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു 12 വോൾട്ട് ബാറ്ററിയിലും അതുപോലെ തന്നെ KSEB കറണ്ടിലും ഒരു ഫാന് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളുടെ ഹൈബ്രിഡ് BLDC കിറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു ഫാനാണ്. ഒരു പഴയ ഇൻഡക്ഷൻ ഫാൻ ആയിരുന്നു. ഞാൻ അതിൻ്റെ കോയിലെല്ലാം മാറ്റി നമ്മളുടെ ഹൈബ്രിഡ് കിറ്റ് കയറ്റിയതാണ്. കിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാനൊരു നമ്പർ കൊടുക്കാം ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഹൈബ്രിഡ് കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. സാധാരണ നമ്മുടെ ഫാനിന് നമുക്കിതുപോലെ DC-യിലോ 12 വോൾട്ട് DC-യിലോ അല്ലെങ്കിൽ കറണ്ടിലോ പ്രവർത്തിപ്പിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. വലിയ സോൾഡറിങ്ങോ സംഭവങ്ങളോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മളുടെ ഫാൻ വർക്ക് ചെയ്യുന്നത് KSEB കറണ്ടിലാണ്. ഇതിന് 1 മുതൽ 7 വരെ സ്പീഡുണ്ട്. നമ്മളിപ്പോൾ ഫുൾ സ്പീഡൊന്നും ഇട്ടിട്ടില്ല, ചെറിയ സ്പീഡിലാണിപ്പം ഫാൻ വർക്ക് ചെയ്യുന്നത്. നമുക്കിനി ഈ ഫാൻ ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ മരത്തിൻ്റെ കുറ്റിയിൽ ഫാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ KSEB കറണ്ട് ഇൻപുട്ട് കൊടുക്കുന്ന വയർ. ഇതാണ് നമ്മുടെ ഈ ചുമലയും കറുപ്പും വയറാണ് നമ്മൾ ബാറ്ററിയിൽ കൊടുക്കേണ്ടത്. ബാറ്ററിയുടെ പോസിറ്റീവിൽ ചുവന്ന വയറും നെഗറ്റീവിൽ കറുത്ത വയറുമാണ് കണക്ട് ചെയ്യുന്നത്. അത് മാറിപ്പോരുത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു കളർ കോഡ് വയർ ഉപയോഗിക്കുക. കറുപ്പും അതുപോലെ ചുമലയും ഉള്ള കളർ കോഡ് വയർ ഉപയോഗിച്ച് ബാറ്ററിയിൽ കൊടുക്കുക. ഇപ്പം നമ്മളുടെ ബാറ്ററിയിലേക്ക് നമ്മളിത് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റിമോട്ട് ബട്ടൺ ഉപയോഗിച്ച് ഓൺ ചെയ്യാം. ഞാനിവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് കണക്ഷനുകൾ മാറിപ്പോകാതെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള BLDC ഹൈബ്രിഡ് കിറ്റാണിത്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ ഒരു ഇൻഡക്ഷൻ ഫാനിലേക്ക് ഇത് കൺവേർഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന റിമോട്ട് നല്ലൊരു 1 മുതൽ 7 വരെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ, 2 മണിക്കൂർ, 4 മണിക്കൂർ, 6 മണിക്കൂർ, 8 മണിക്കൂർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഫാന് യൂസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിലൊക്കെ ഉള്ളൊരു കിറ്റാണിത്. ഈ കിറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്കൊക്കെ, എന്തെങ്കിലും സംശയമുള്ളവർക്ക് കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട്. 2 വർഷം വാറണ്ടി ഉണ്ട് കിറ്റിന്. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് കിറ്റ് അയച്ചു തരും. അവർ വിശ്വസിക്കാവുന്ന ടീമാണ്. നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടും എല്ലാം ഉണ്ട്. പിന്നെ ഇതിന് ഫാന് വേണമെങ്കിൽ 3 വർഷം വാറണ്ടിയുള്ള ഫാനായിട്ടും ഉണ്ട്. ഇത് AC-യിൽ വർക്ക് ചെയ്യാൻ, DC-യിൽ വർക്ക് അതുപോലെ തന്നെ കറണ്ടിലും വർക്ക് ചെയ്യും, ബാറ്ററിയിലും വർക്ക് ചെയ്യുന്ന ഫാനും നിങ്ങൾക്ക് ലഭ്യമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. എല്ലാം ഞാൻ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ, 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല വ്യൂ ഉണ്ട്. ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടിട്ട് ആ കിറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന റിമോട്ടാണെങ്കിലും RF റിമോട്ടാണ്. നമുക്ക് ഏകദേശം ഒരു 50 മീറ്റർ റേഞ്ച് വരെയൊക്കെ റിമോട്ട് അതിൻ്റെ കൺട്രോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കിറ്റ് വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ ടെക്നിക്കൽ സപ്പോർട്ടും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കസ്റ്റമർ കെയർ വഴി പരിഹരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. 2 വർഷം വാറണ്ടി ഉള്ള കിറ്റാണ്. അപ്പോൾ നമ്മുടെ കൈവച്ച് നോക്കിയിരിക്കുന്ന 4 ലീഫുള്ള ഫാനിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. 3 ലീഫുള്ള ഫാന്, പഴയ ഫാനൊക്കെ ഉണ്ടെങ്കിലും കത്തിപ്പോയ ഫാനൊക്കെ ഉണ്ടെങ്കിലും നമുക്കിത് ഈ കിറ്റ് കൺവേർട്ട് ചെയ്ത് കയറ്റാം. പിന്നെ ചെറിയ ടെക്നിക്കൽ ഐഡിയ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ഫിറ്റ് ചെയ്യാനാവും. നമ്മൾ നല്ല രീതിയിലുള്ള ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുണ്ട്. അവരുമായിട്ട് സപ്പോർട്ടിങ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും.